എൻ ശ്രീകുമാർ, ഘടകകക്ഷികൾക്കും പൊതുവെ അതൃപ്തി ഇക്കാര്യത്തിലുണ്ട്. കാരണം ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒരുമിച്ചിരുന്ന് വാർത്താ സമ്മേളനം നടത്തണം എന്നൊന്നുമില്ല. പക്ഷേ ഒരു അനൈക്യത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ ഒരു ഐക്യമുണ്ട് എന്ന് വെളിയിൽ അറിയിക്കുന്നതിന് വേണ്ടി അത് നല്ലതുമാണ്. അതിനുവേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അത് നടക്കാതെ പോയി. അതായത് ഇപ്പോഴും ആ അനൈക്യമുണ്ട്. രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചിരിക്കാൻ പോലും മടി കാണിക്കുകയാണ്. എൻ ശ്രീകുമാർ, അതിനിടെയാണ് ഈ പ്ലാൻ 63 അത് വിമർശന വിധേയമായി പാർട്ടിയിൽ തന്നെ മാറുന്നത്. നോക്കൂ മഞ്ജുഷരെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. പ്ലാൻ 63 ആരാ? KPCC ഇട്ട തീരുമാനമാണോ? നിങ്ങളിട്ട പേരില്ലേ പ്ലാൻ 63? കോൺഗ്രസിൽ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, KPCC പ്രസിഡന്റും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ VD സതീശനും ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്തുന്ന KPCC ഒരറിയിപ്പ് നിങ്ങളുടെ ലേഖകൻ ഡാൻ കുര്യാക്കോസിന് അടക്കം കൊടുത്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, എന്ത് വേണമെങ്കിലും കോൺഗ്രസിനെ കുറിച്ച് ആർക്കും പറയാം. കാരണം ആരും അത് നിഷേധിക്കാനായിട്ട് രംഗത്ത് വരില്ല. അപ്പൊ അതുകൊണ്ട് ഈ ചർച്ച ഇങ്ങനെ തുടങ്ങി വെച്ചോളൂ. ഏത് ഘടകകക്ഷിക്കാ പ്രശ്നമുള്ളത്? ഇപ്പൊ ആരാ പറഞ്ഞത് നിഷേധിക്കാൻ ആരും രംഗത്ത് വരില്ല? കാരണം അവരവരുടെ ചേരികൾക്ക് താല്പര്യമുള്ള വാർത്തകൾ തന്നെയാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എൻ ശ്രീകുമാർ, ഇത് നല്ലതല്ല. കാരണം ഈ പ്ലാൻ 63 എന്നുള്ളത് ആ പേരിട്ടത് ഞങ്ങളാണ്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പാർട്ടിയിൽ പറയുമ്പോൾ അതിനെ വിമർശിക്കുകയല്ലല്ലോ വേണ്ടത്. കാരണം അത് കോൺഗ്രസിന് ഗുണകരമാണ്, UDF ഗുണകരമാണ്. ആ 63-65 സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സതീശൻ എന്ത് പറഞ്ഞാലും അതിനെന്തിനാണ് ഈ രീതിയിൽ വിമർശന വിധേയമായി കാണുന്നതും മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് വരുവാനുള്ള ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്ന് വിമർശിക്കപ്പെടുന്നു. ശരിക്കും രാഷ്ട്രീയകാര്യ സമിതിയുടെ ഒരു തീരുമാനമായിട്ട് തന്നെ ഇത് വരേണ്ടതായിരുന്നുവല്ലോ. അല്ല, AP അനിൽകുമാർ യോഗത്തിൽ പറഞ്ഞ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ആർക്കെങ്കിലും അറിയാവോ? AP അനിൽകുമാർ എന്താ യോഗത്തിൽ പറഞ്ഞത്? അതായത് KC വേണുഗോപാൽ ഒരു വർഷം മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു. KPCCയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തതായിട്ട് പുറത്തു വരുന്നുണ്ട്. അവരെ കണ്ടെത്തുന്നു പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? അപ്പൊ അതാണ് സംഭവം. ആരെങ്കിലും എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ലേഖകനെ വിളിച്ചു പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ അഭിപ്രായമാകുമോ? കോൺഗ്രസിൽ തർക്കമുണ്ട്, സംശയം വേണ്ട. ആ തർക്കം എന്ന് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതി കൂടുമ്പോഴും KPCC യോഗങ്ങൾ ചേരുമ്പോഴും അഭിപ്രായം ഉണ്ടാകും. സംഘടന ഉണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാകും. VD സതീശൻ എന്താ പറഞ്ഞത്? ബൂത്ത് കമ്മിറ്റികൾ പല മണ്ഡലങ്ങളിലും ഇല്ല. 65 മണ്ഡലങ്ങളില് 65 നിയമസഭാ നിയോജക മണ്ഡലങ്ങളില് ബൂത്ത് കമ്മിറ്റികൾ സജ്ജീകരിച്ചാൽ കോൺഗ്രസ് ജയിക്കാവുന്ന ഏതാണ്ട് 70ഓളം മണ്ഡലങ്ങളിൽ 65 എടുത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റും. 21 സീറ്റ് ഇപ്പോൾ ഉള്ളത് കൂടാതെ എന്ന് വെച്ചാൽ മൊത്തം ഒരു 10-90 സീറ്റിനടുത്ത് വരും. അങ്ങനെ വരുമ്പോൾ അത് ബൂത്ത് കമ്മിറ്റികളൊക്കെ സജ്ജമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ചർച്ച വന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ആ ചർച്ച എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ആ യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. AP അനിൽകുമാറിനെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് AP അനിൽകുമാർ പറയട്ടെ. അങ്ങനെ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് രാഷ്ട്രീയം അറിയാവുന്നതാണല്ലോ. കോൺഗ്രസിന്റെ ഉള്ളിൽ നടക്കുന്ന ചർച്ചകൾ വെളിയിൽ വരാൻ അധിക സമയം വേണ്ട. കോൺഗ്രസിൽ മാത്രമല്ല, ഇപ്പോൾ CPM-ലും അങ്ങനെ തന്നെയാണ്. ഇരുമ്പ് മറയൊന്നുമില്ല. കോൺഗ്രസിൽ പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇല്ലായിരുന്നുവല്ലോ. അത് സത്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതല്ലെങ്കിൽ AP അനിൽകുമാർ വന്ന് നിഷേധിക്കട്ടെ. പിന്നെ AP അനിൽകുമാറിന്റെ നിഷേധിക്കലാണോ പണി? എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടാ പുറത്തു വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞ ഹെഡി പറയാറുണ്ട്. അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ പറയാറുണ്ട്. ആവശ്യമില്ല. ഇപ്പോഴത്തെ ഞാൻ പറയട്ടെ മഞ്ജുഷ, ശരിക്കും ഞാൻ പറയട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാല് കോൺഗ്രസിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊരു വാർത്ത അങ്ങോട്ട് മെനയുക, എന്നിട്ട് ചർച്ചയാക്കുക. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല് ഇപ്പൊ UDF അനുകൂലമായ ഒരു കാലാവസ്ഥയുണ്ട്. കാരണം ഈ കഴിഞ്ഞ വയനാട് ഇലക്ഷനിലും മറ്റ് 2 ഇടത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലും മൊത്തം 9 അസംബ്ലി മണ്ഡലങ്ങളിലെ ഇലക്ഷൻ നടന്നത്. ചേലക്കര, പാലക്കാട്, വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട 7 ഇടത്ത്. അങ്ങനെ മൊത്തം 9 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇലക്ഷൻ നടന്നു. അതിൽ ചേലക്കര വെച്ച് 8 ഇടത്ത് കോൺഗ്രസ് UDF ജയിച്ചു. അപ്പൊ പിന്നെ അങ്ങനെ വരുമ്പോൾ എങ്കിൽ പിന്നെ ഇത് ഈ രീതിയിലേക്ക് ഒന്ന് മാറ്റിമറിച്ച് കൊണ്ടുവരാം എന്ന് പറയുമല്ലോ. ഇപ്പൊ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പണ്ട് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഈ മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടായത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞ കാരണം അത് അന്നത്തെ വേറെ വിഷയമായിരുന്നു. പക്ഷേ പ്ലാൻ 63 എന്ന് നിങ്ങൾ പേരിട്ടെന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചല്ലോ. നാളെ വേറൊരു പേരിട്ട് വരും. അതിനൊക്കെ KPCC മറുപടി പറയാൻ മറക്കണോ? ഒന്നാമത്തെ കാര്യം,
KPCC എടുക്കാത്ത തീരുമാനം ഇങ്ങനെ ഉണ്ട്. സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ പോലും കഴിയാതെ അറിയിക്കാന്ന് പറയുമ്പോൾ ആരാ പറഞ്ഞ നിങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടെന്ന് എന്നൊരു ചോദ്യം ചോദിക്കാൻ സംയുക്ത വാർത്താ സമ്മേളനം നടത്താത്തത് എന്തുകൊണ്ടാണ്? അല്ല, സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിട്ട് എത്ര നാളായി? പ്രതിപക്ഷ നേതാവും സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അനൈക്യത്തിന്റെ സന്ദേശമാണോ നൽകേണ്ടത്? ഒരു ഐക്യത്തിന്റെ സന്ദേശമാണല്ലോ സ്വാഭാവികമായും നൽകേണ്ടത്. ഒരു പ്രശ്നവും ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ല എന്ന് പേരിനെങ്കിലും അതുപോലും സാധ്യമാകുന്നില്ല എൻ ശ്രീകുമാർ. അപ്പോൾ മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞാൻ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. വലിയൊരു വിഭാഗം പിണറായി സർക്കാർ മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അത് നിങ്ങൾ കൊണ്ടുപോയി കളയുകയാണ്. അതാണ് ചോദ്യമായിട്ട് വരുന്നത്. LDF അല്ലെങ്കിൽ പകരം UDF ആണല്ലോ. പക്ഷേ ആരെ കണ്ടുകൊണ്ട് UDFന് വോട്ട് ചെയ്യണമെന്ന് ശ്രീ N ജയചന്ദ്രൻ, ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന കാര്യം സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. അതിന് മറുപടി കേൾക്കാൻ മഞ്ജുഷ അങ്ങനെ പറഞ്ഞു പോകല്ലേ? അല്ല, അത് മഞ്ജുഷിന്റെ അഭിപ്രായമാണ്. അതായത് ഒരു മിനിറ്റ് നിൽക്ക്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറാണ് സംഘടനാ തലത്തിൽ VD സതീശൻ. പ്രതിപക്ഷ നേതാവല്ല. അത് UDF ചെയർമാൻ ആകുന്നത് പുറത്തും പ്രതിപക്ഷ നേതാവാകുന്നത് അസംബ്ലിയിലുമാണ്. കോൺഗ്രസിന്റെ സംഘടനാ യോഗം നടക്കുമ്പോൾ അദ്ദേഹം പാർലമെന്ററി പാർട്ടി ലീഡറാണ്. പാർലമെന്ററി പാർട്ടി ലീഡറും KPCC പ്രസിഡന്റും കൂടെ പത്രസമ്മേളനം നടത്തുന്ന പതിവ് കോൺഗ്രസിനില്ല. KPCC യോഗം കഴിഞ്ഞാൽ ആ തീരുമാനം ഉണ്ടെങ്കിൽ അത് അറിയിക്കുക KPCC പ്രസിഡന്റാ. രണ്ട് സംയുക്ത സമ്മേളനം അല്ല. പിന്നെ സംയുക്ത സമ്മേളനം നടത്തി ഐക്യം കാണിക്കുന്നത് നിങ്ങളങ്ങോട്ട് പറഞ്ഞാൽ KPCC അവരുടെ കീഴടക്കം മാറ്റാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ പറഞ്ഞു പോകണ്ട. ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉള്ളത് ചൂഷണം ചെയ്യാനായിട്ട് UDFനും കോൺഗ്രസിനും പറ്റുമെന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞ 9 അസംബ്ലി മണ്ഡലങ്ങൾ. മറ്റുള്ളതൊക്കെ നമ്മുടെ ഭാവന അനുസരിച്ചിട്ട് നിങ്ങൾ പറഞ്ഞോളൂ, ഒരു കുഴപ്പവുമില്ല. കാരണം ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് UDFും കോൺഗ്രസും അവർ നേട്ടം ഉണ്ടാക്കിയതും. തൃക്കാക്കര ആയാലും പുതുപ്പള്ളി ആയാലും ഇപ്പോൾ നടന്ന രണ്ടിടങ്ങളിലായാലും.